ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മലമ്പുഴ. ഇപ്പോൾ അതിൽ ജനങ്ങളെ ആകർഷിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒട്ടും കുറവുണ്ടായിട്ടില്ല. ഇപ്പോൾ ഓണക്കാലം, റംസാൻ, അതുപോലെ ക്രിസ്മസ് തുടങ്ങിയ സമയങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ വന്നു പോവുകയാണ്. പോകുമ്പോഴൊക്കെ അവർ പറയുന്നത് പണ്ട് മലമ്പുഴ എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ സ്ഥിതി ദയനീയമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇപ്പോൾ മലമ്പുഴ ഉദ്യാന നവീകരണത്തിന് വേണ്ടി 2018-19 ബഡ്ജറ്റിൽ ഒരു 10 കോടി ഉറുപ്പ്യ നീക്കിവെച്ചു. അതിൻ്റെ ഒരു പ്രാരംഭ പ്രവർത്തനവും നടക്കാതിരിക്കാനുള്ള കാരണം ഒന്ന് ജലസേചന വകുപ്പും മറ്റൊന്ന് ടൂറിസവും രണ്ടും കൂടി ചേർന്നതാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ആ വകുപ്പുകളുടെ ഏകീകരണമില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് മലമ്പുഴയിലെ ഈ ശോചനീയ അവസ്ഥയ്ക്ക് കാരണം. പഴയ പ്രതാപത്തിൻ്റെ പേരിൽ ജനങ്ങൾ വന്നു പോകുക, പക്ഷേ അവിടെ ഒരു നവീകരണവും നടക്കുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രി ഇക്കാര്യത്തിൽ ഒരു ഇടപാട് ഈ രണ്ട് വകുപ്പുകളെയും കൂടി ഒന്ന് സംയോജിപ്പിച്ച് ഒരു തീരുമാനത്തിലെത്തി മലമ്പുഴ ഉദ്യാന നവീകരണത്തിന് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനും ഈ രണ്ട് വകുപ്പുകൾ തമ്മിൽ സംയോജിപ്പിച്ചുള്ള ഒരു യോഗം നടത്താൻ തയ്യാറാകണം. ബഹുമാനപ്പെട്ട മന്ത്രി അക്കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. മലമ്പുഴ ഒരു മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഉയർത്താൻ 10 കോടി രൂപയുടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ഇവിടെ സൂചിപ്പിച്ചു, ഞാൻ അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നില്ല. അതോടൊപ്പം അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിനും ടൂറിസം വകുപ്പ് ഫണ്ട് അനുവദിച്ചിരുന്നു. നമ്മുടെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ഒരു പ്രശ്നം നല്ലൊരു ടോയ്ലറ്റ് ബ്ലോക്ക് ഇല്ലാത്തതായിരുന്നു സാർ. അത് പരിഹരിക്കാൻ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഡെസ്റ്റിനേഷനുകളിൽ ടോയ്ലറ്റ് ബ്ലോക്കുകൾ നിർമ്മിക്കാൻ വേണ്ടി LDF സർക്കാർ തീരുമാനിച്ച സന്തോഷ വിവരം പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. എന്നാൽ മലമ്പുഴയിൽ ജലവിഭവ വകുപ്പിൻ്റെ അധീനതയിലാണ് ഡാമും പരിസരവും എന്നത് ഇവിടെ സൂചിപ്പിച്ചു. ടൂറിസം വകുപ്പ് വിഭാവനം ചെയ്ത 2 പദ്ധതികളും ഇതുവരെ ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മലമ്പുഴയുടെ വികസന പദ്ധതി ഇനിയും നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ല, അതൊരു വസ്തുതയാണ്. ഇതിൻ്റെ കണക്കൊക്കെ ഇവിടെ സൂചിപ്പിച്ച് ഇപ്പോഴും വൻതോതിൽ സഞ്ചാരികൾ എത്തുന്ന കേന്ദ്രമാണ് മലമ്പുഴ. അത് നഷ്ടപ്പെടുത്താൻ എന്തായാലും അനുവദിക്കാൻ വേണ്ടി സാധിക്കാത്ത കാര്യമാണ്. ഇതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനുമായി സംസാരിച്ചു. അദ്ദേഹം വളരെ പോസിറ്റീവായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി, പാലക്കാട് ജില്ലാ കലക്ടർ, വകുപ്പ് സെക്രട്ടറിമാർ, ബഹുമാനപ്പെട്ട MLA, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം വിളിച്ചു ചേർക്കാൻ വേണ്ടി പോകുന്ന വിവരം ഈ സഭയെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്.